സി.പി. ജോണിനെ അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. വർഷങ്ങളായി യു.ഡി.എഫിൽ അടിയുറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് സി.എം.പി. പ്രസിഡന്റ്, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി, എം.എൽ.എ, എം.പി, മന്ത്രി എന്നീ പദവികൾ ഇതിനിടയിൽ വഹിച്ച ശിവകുമാർ ഇനി മാറി നിൽക്കണം. ദയവായി ശിവകുമാറിനെ പോലുള്ളവർ ഒരു പൊടിക്ക് അടങ്ങിയേ തീരൂ. യു.ഡി.എഫ് സംവിധാനത്തിനായി പ്രതിഫലേച്ഛയില്ലാതെ പതിറ്റാണ്ടുകളായി പണിയെടുക്കുന്ന സി.പി. ജോണിനെ പോലെയുള്ള നിസ്വാർത്ഥരായ നേതാക്കൾ പുതിയ നിയമസഭയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കരുത്തനായ, പ്രഗത്ഭനായ, വിവരമുള്ള ഒരു നേതാവാണ് ശ്രീ ജോൺ. ആദർശം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് വളരെ ഉയരത്തിലെത്തിയേനെ. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണ് ഇത്. സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന കെ.പി.സി.സി നേതൃ ക്യാമ്പിന് ശേഷം ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങാനിരിക്കെ ജയം ഉറപ്പുള്ള സീറ്റുകൾ ആവശ്യപ്പെടാനൊരുങ്ങി യു.ഡി.എഫിലെ ചെറു പാർട്ടികൾ തയ്യാറെടുക്കുകയാണ്. തിരുവനന്തപുരവും കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലവുമാണ് സി.എം.പി ആവശ്യപ്പെടുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സി.പി. ജോണിന് മത്സരിക്കാൻ തിരുവനന്തപുരം വേണമെന്ന് സി.എം.പി കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. സി.എൻ. വിജയകൃഷ്ണന് വേണ്ടിയാണ് കുന്നമംഗലം ആവശ്യപ്പെടുന്നത്. 2021 പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസ് വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. സിറ്റിംഗ് എം.എൽ.എ ആന്റണി രാജുവിന് തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ ലഭിച്ചതോടെ യു.ഡി.എഫിന്റെ വിജയസാധ്യത കൂടിയിട്ടുണ്ട്. മുൻ എം.എൽ.എ വി.എസ്. ശിവകുമാർ മണ്ഡലത്തിൽ സജീവമാണ്. സുനിൽ ഗനഗോലു നൽകിയ റിപ്പോർട്ടിൽ കെ.എസ്. ശബരിനാഥന്റെ പേരും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സി.പി. ജോണിന് വിട്ടുകൊടുക്കാതിരിക്കാനും കളികളുണ്ട്. എന്നാൽ സി.പി. ആണ് തിരുവനന്തപുരത്തെ മികച്ച സ്ഥാനാർത്ഥി. എല്ലാ സമവാക്യങ്ങളും തിരുവനന്തപുരത്ത് സി.പി. ജോണിന് അനുകൂലമാണ്. യു.ഡി.എഫും ഇത് തിരിച്ചറിയുന്നുണ്ട്. എ.വി. രാഘവനൊപ്പം ഇത്തരത്തിൽ സി.പി.എമ്മിൽ നിന്നും പുറത്തു വന്ന നേതാവാണ് സി.പി. ജോൺ. ഒരു കാലത്ത് സി.പി.എമ്മിലെ യുവതുർക്കി. ആദർശം പറഞ്ഞ് രാഘവനൊപ്പം പുറത്തേക്ക് വന്ന സി.പി. എന്നും യു.ഡി.എഫിന്റെ നയരൂപീകരണത്തിൽ മുന്നിൽ നിന്നു. ആഴത്തിലുള്ള സാമ്പത്തിക അറിവും മറ്റും യു.ഡി.എഫിന് വേണ്ടി തന്ത്രമൊരുക്കുന്നതിൽ പ്രതിഫലിച്ചു. പക്ഷേ ഒരിക്കൽ പോലും എം.എൽ.എയും എം.പിയുമായില്ല. ഇടതുകോട്ടയായ കുന്നംകുളം സീറ്റിൽ മത്സരിച്ചെങ്കിലും തോറ്റു. തൃശൂരിലെ ഈ തോൽവിക്ക് ശേഷം പിന്നീട് മത്സരിച്ചില്ല. ഇത്തവണ സി.പി.ക്ക് ജയം ഉറപ്പുള്ള സീറ്റ് നൽകണമെന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. 2001 രാഘവൻ വിജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം വെസ്റ്റ്. സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിയാണ് 2006 രാഘവൻ പുനലൂരിൽ മത്സരിക്കാൻ പോയത്. വെസ്റ്റിന്റെ പുതിയ രൂപമാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. ഈ സീറ്റ് വിട്ടുകൊടുത്ത ശേഷം സി.എം.പിക്ക് ലഭിച്ചതെല്ലാം യു.ഡി.എഫ് പരാജയപ്പെട്ട സീറ്റുകളായിരുന്നു എന്നാണ് സി.എം.പി ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച നെന്മാറ ആവശ്യപ്പെടേണ്ടെന്നാണ് സി.എം.പിയുടെ തീരുമാനം. മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള തിരുവമ്പാടി സീറ്റ് സി.പി. ജോണിന് നൽകുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും തിരുവനന്തപുരം തന്നെ വേണമെന്നതിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ സി.പി. ജോൺ എസ്.എഫ്.ഐയുടെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് എം.വി. രാഘവന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവായി മാറി. രാഘവന്റെ വിയോഗശേഷം പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് യു.ഡി.എഫിനൊപ്പം നിന്ന വിഭാഗത്തെ അദ്ദേഹം നയിച്ചു. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമെന്ന നിലയിൽ വികസന നയരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അദ്ദേഹം രാഷ്ട്രീയത്തിന് പുറമെ മികച്ച ഒരു സാമ്പത്തിക വികസന നിരീക്ഷകൻ കൂടിയാണ്.